ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും 8.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ വൂള് എടുത്തിട്ട് നമ്മൾ 12 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഒരു 50 ടൈംസ് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു സൈഡ് നമ്മളിതാ ലെങ്ത്ത് ഏകദേശം ആ ഒരു ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒറ്റ കെട്ടാണ് കെട്ടുന്നത്. ഈ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കിട്ടാനാണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കാർഡ്ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു കെട്ട് നമ്മൾ സെൻറ്ററിൽ നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഒരു മജന്ത കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതും ഇതുപോലെ ഈ ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരുന്ന വിധത്തിലാണ് നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ അതും നമ്മളിതാ സെയിം ലെങ്ത്തിൽ തന്നെ ഇതാ കട്ട് ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു കളറും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓറഞ്ച് കളറും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് കളർ നമ്മൾ ചെയ്യുന്നത് 8.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അതും 50 റൗണ്ടാണ് നമ്മൾ ചുറ്റുന്നത് കേട്ടോ. എല്ലാതും 50 റൗണ്ട് തന്നെയാണ്. പക്ഷേ 2 പീസ് നമ്മൾ 12 സെൻറ്റിമീറ്ററിലും ഒരു പീസ് 8.5 സെൻറ്റിമീറ്ററിലുമാണ് ചുറ്റുന്നത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചുറ്റിയെടുത്തിട്ട് കാണാം. അപ്പോൾ അത് അതും കൂടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, അതിന് കുറച്ചൊരു ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ ലെങ്ത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ കേട്ടോ. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഇതേപോലെ കട്ട് ചെയ്ത് മെഷർ ചെയ്ത് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലെങ്ത്തൊക്കെ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ ലെങ്ത്ത് കുറവുള്ളത് മാറ്റി വയ്ക്കുക. സെയിം ലെങ്ത്തുള്ള 2 പീസസ് ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഒരു പ്ലസ് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, രണ്ടും സെൻറ്റർ എല്ലാത്തിനും സെൻറ്ററൊക്കെ കെട്ടിയെടുക്കണം കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സെയിം കളേഴ്സ് തമ്മിൽ ഇതാ ഇങ്ങനെ യോജിപ്പിച്ച് പിടിക്കാം. ഓക്കെ, ഈ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കെട്ടൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. അതാ ഇതേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും വീണ്ടും നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ബ്ലൂ ആയിട്ടുള്ളത് കെട്ടിക്കൊടുക്കുക, അതേപോലെ പിങ്ക് വേറെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഇപ്പുറത്തോട്ട് എടുത്തിട്ട് എവിടെയാണ് നമുക്ക് കെട്ടാൻ വേണ്ടി വരുന്നത് അവിടെ കെട്ടിക്കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്ത് കെട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഭംഗിയായിട്ട് എവിടെ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചെറിയ പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത ആ 2 പീസസ് ഉണ്ടല്ലോ ലെങ്ത്ത് കൂടിയത്, അത് രണ്ടും തമ്മിലിതാ ഇങ്ങനെ കവർ ചെയ്ത് ടിഷ്യൂ പേപ്പർ കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ചിട്ട് ഏകദേശം ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ കേട്ടോ. അത് നമ്മൾ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേർഡിനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ 2 കളേഴ്സും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ഇവിടെ നിന്ന് കെട്ടി കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും പേപ്പർ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്ന് ബൾജായിട്ട് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാക്കിയുള്ള ത്രെഡ് ഉണ്ടല്ലോ അതാ ഈ 2 സൈഡിലോട്ടും പിടിച്ചിട്ട് മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വരുന്ന വിധത്തിൽ ഇങ്ങനെ കുറച്ച് ഭാഗം ഓവർലാപ്പ് ചെയ്ത് വരുന്ന വിധത്തിൽ ഒന്ന് പിടിച്ച് ഭംഗിയാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കുക. കണ്ടോ, ഇതേപോലെ കെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായോ, നല്ല ക്യൂട്ട് ബേർഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ എല്ലാം കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഭംഗിയായിട്ട് വരുള്ളൂ. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ടെയിലിൻ്റെ ഭാഗം നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്ന വിധത്തിൽ ആണ് ചെയ്തത്. അതിനുശേഷം ഒരു കോമ്പ് എടുത്തിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബീക്കിനായിട്ട് ഇതാ ഒരു ത്രെഡ് എടുത്തിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ നീളത്തിൽ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബീക്കിൻ്റെ ഷേപ്പ് എടുക്കാൻ പറ്റും. എന്നിട്ട് അതൊന്ന് ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മളത് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. ജസ്റ്റ് ആ ഒരു ബീക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ണ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഏസും സംഭവങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി, പൊട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ബ്ലാക്ക് കളറാണുള്ളത്, അത്രയും കാണുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മാർക്കർ വെച്ചിട്ടൊന്ന് ചെറിയ ബ്ലാക്ക് ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഏസൊക്കെ ഒട്ടിച്ച് കൊടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയുള്ള ക്യൂട്ട് ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈറ്റ് കളർ വൂൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എനിക്ക് തോന്നി. കളേഴ്സൊക്കെ എടുത്ത് കാണിക്കും തോന്നി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് കീ ചെയിൻ ആയിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെ കിഡ്സിൻ്റെ ഹെയർ ബാൻഡിലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വെച്ച് കൊടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.